നമസ്കാരം, അസ്സലാമു അലൈക്കും. ഇന്ന് 8 ആഗസ്റ്റ് 2025. ഇന്ന് പറയുന്നത് പറഞ്ഞാൽ വളരെ ചിന്തിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ജനിച്ച നാട് നമുക്ക് എന്തും കൊണ്ടും വലുതാണ്. അത് മനസ്സിലായല്ലോ. നമ്മുടെ മാതാവ് നമ്മുടെ ദൈവമാണ്. മാതാവ് മാത്രമല്ല, നമ്മുടെ പിതാവും. അതിലേറ്റവും ഊന്നൽ നൽകുന്നത് മാതാവിനാണ്. കാരണം ഒരു വൈകൃതം അതാണ്. നിങ്ങൾ നമ്മുടെ UDF അല്ലെങ്കിൽ LDF, അതല്ലെങ്കിൽ CPM, അല്ലെങ്കിൽ മുസ്ലിം ലീഗ്, അല്ലെങ്കിൽ SDPI, ഇവരോട് നിങ്ങൾ എന്തൊരു കാര്യം ചെന്ന് ചോദിച്ചോ, ഇല്ല എന്നൊരു ഉത്തരമാണ്. അത് നിങ്ങൾ ഈ ചോദ്യം ഡോക്ടർമാരോട് ചോദിക്കൂ, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയിലെ ഓഫീസറോട് ചോദിക്കൂ, അല്ലെങ്കിൽ റവന്യൂയിലെ ഓഫീസറോട് ചോദിക്കൂ, അല്ലെങ്കിൽ ഇവിടുത്തെ സുപ്രീം കോടതി അടക്കമുള്ള ജഡ്ജിമാരോട് ചോദിക്കൂ, അല്ലെങ്കിൽ മറ്റ് ഏത് റവന്യൂ ഉദ്യോഗസ്ഥനോട് ചോദിക്കൂ. ഉത്തരം നിങ്ങൾ ചോദിച്ചതിന് ഇല്ല എന്നാണ്. ഈ ഇല്ല എന്നൊരു പേര് ഇവിടെ ഉണ്ടായിട്ടില്ലെങ്കിൽ വലിയ കഷ്ടപ്പെട്ടിരുന്നു ഇവർ. കാരണം സമൂഹത്തിനെ പറഞ്ഞ് പറ്റിക്കുന്നു. ഇന്ന് നിങ്ങൾ കേരളത്തിലൊന്ന് നടന്നു നോക്കൂ. ആർക്കെങ്കിലും തൊഴിൽ ചെയ്യുന്ന സ്ഥാപനങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും ജോലി ചെയ്യാൻ കഴിയുന്നുണ്ടോ? അതിന് എന്തെങ്കിലും ഒരു അനുകൂല നടപടി ഏതെങ്കിലും ഗവൺമെൻറ്റുകളുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ? കേന്ദ്ര ഗവൺമെൻറ്, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. എന്നാലും പറയാം, കേരളത്തിൽ ഒരു കാര്യങ്ങളും കയറി ചെയ്യുന്നില്ല. അതിൽ കാരണം പലതാണ് കേട്ടോ. അതിൽ വെറുതെ ഗവൺമെൻറ്റിനെ കുറ്റം പറയുന്നതല്ല. അത് ഇവിടുത്തെ ഗവൺമെൻറ്റിനോട് എന്തെങ്കിലും പറഞ്ഞാൽ ഇവർ കയറി കടിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുന്നതാണ്. അതാണ് അതിൻ്റെ ഒരു കാരണം, കയറി കടിക്കാൻ. അതായത് നിയമം പാലിക്കണം, മനുഷ്യത്വം വേണം എന്നുള്ളൊരു സമ്പ്രദായമൊന്നും തൊഴിലാളികൾക്കില്ല. നോക്കുകൂലി കിട്ടണം, നിന്ന പൈസ കിട്ടണം, അത് ചെറുതൊന്നും പറ്റില്ല, കോടികൾ വേണം എന്നൊക്കെയാണ്. ഞാനൊന്ന് നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഈ ജോലി കൊടുക്കാണ്ട്, ഒരാൾക്ക് രോഗം മാറുന്ന മരുന്ന് കൊടുക്കാണ്ട്, ഒരു മരുന്ന് കണ്ടുപിടിക്കാണ്ട്, ഇപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ നാട്ടിലൊരു മിൽമ ബൂത്ത് തുടങ്ങിയ സമയത്ത് അതിൽ 45 ആളുകൾ പാല് കൊണ്ടുപോയി അളന്ന് അങ്ങോട്ട് കൊടുത്തിരുന്നു. ഒരാൾ 18 ലിറ്റർ, 20 ലിറ്റർ, 5 ലിറ്റർ, 1 ലിറ്റർ, 12 ലിറ്റർ, 7 ലിറ്റർ, ഇങ്ങനെ ലിറ്റർ കണക്കിന് പാൽ അളന്നിരുന്നു. അതിൽ പല ക്വാളിറ്റി അവരുടെ അളവിലേക്കൊന്നും ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇന്ന് അതിലുള്ളത് വെറും 5 പേരാണ്. എന്താ കാരണം? നിങ്ങളത് പറയും, എന്താണ് കാരണം? ഈ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു തൊഴിലും ചെയ്യാൻ റവന്യൂ ഉദ്യോഗസ്ഥർ സമ്മതിക്കില്ല. അതിനെന്തെങ്കിലും ചെന്ന് ചോദിച്ചാൽ അവസാന ഒരു ഉത്തരവും ആദ്യ ഒരൊറ്റ ഉത്തരവും അത് ഇല്ല എന്നാണ്. ഇല്ല എന്നൊരു ഉത്തരം കയ്യിൽ പിടിച്ചിട്ട് കുത്തിരിക്കുകയാണ് കോടാനക്കോടി ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരും. ഈ ഒരു ചോദ്യത്തിന് നമുക്ക് മറുപടി പറയണം. വൈ എന്ന് കാരണമുണ്ട്. ഇതിന് വ്യക്തമായ കാരണമുണ്ട്. ഇവിടെ ജനിച്ച ആളുകൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ലേ? അതിനില്ല എന്നാണോ ഉത്തരം? ഇവിടെ ജനിച്ച കുട്ടികൾക്ക് ജോലി വേണ്ടേ? ഇല്ല എന്നാണോ ഉത്തരം? ഇവിടെ മാസം ഞങ്ങൾക്ക് എന്തുകൊണ്ട് പെൻഷൻ കിട്ടിയില്ല എന്ന് ചോദിക്കണേ? ഇല്ല എന്നാണ് ഉത്തരം. ഇവിടെ എനിക്ക് രോഗം മാറുന്ന മരുന്ന് എവിടെയെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. എന്തൊരു കഷ്ടമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഏത് ഭാഗത്തേക്ക് നിങ്ങൾ കയറിയിട്ട് എന്ത് വേണമെങ്കിൽ ചോദിച്ചോ, ഈ ഉത്തരം ഇല്ല എന്നാണ്. ഇങ്ങനെ നിങ്ങൾ നുണ പ്രചരിപ്പിക്കാൻ വേണ്ടി കൂട്ടുനിന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ലാഭമുണ്ടായി? നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. നിങ്ങൾ ചികിത്സക്ക് വേണ്ടി അവർ ആ ടെസ്റ്റ് വേണം, ഈ ടെസ്റ്റ് വേണം. ഒരു ടെസ്റ്റിന് 1,00,000 രൂപയാണ് ചിലവിൽ നിന്ന് വാങ്ങുന്നതെങ്കിൽ ചിലവരിൽ നിന്ന് അത് 10,000 രൂപയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. 12,000 രൂപ മതി നീർക്കെട്ടിൻ്റെ മരുന്നിന്. നീർക്കെട്ടിൻ്റെ മരുന്ന് വെച്ചാൽ ഈ സാധനം ക്ലിയർ ആകുമെന്നുള്ളതിന് ഒരു സംശയം വേണ്ട. ചെറുകിട സാധനങ്ങൾക്കൊക്കെ ഈ സാധനം ഉപയോഗിച്ചിട്ട് നിങ്ങളോട് പോകും. ഉപയോഗിച്ചിട്ട് പോകും. അത് നിങ്ങളുടെ ശരീരത്തിൽ പിടിച്ചാൽ ഐസ് വെള്ളത്തിലിട്ട് വെച്ച മാതിരി അരി അലിഞ്ഞു പോണത് അറിയില്ല. അങ്ങനെ തിരിഞ്ഞിട്ട് സമൂഹത്തിലേക്ക് വരുന്നതാണ് ഈ സംവിധാനം. ഇതിന് ലോകത്ത് നിങ്ങളുടെ ഏതൊക്കെ ഗവൺമെൻറ്റുകൾ വെച്ചാലും അതിന് പകരമാവില്ല. എത്ര തരം സ്വർണം നിങ്ങൾ ഉരുക്കി വെച്ചാലും ഈ പറഞ്ഞതിന് പകരമാവില്ല.
നിങ്ങൾക്ക് അറിവില്ലാണ്ട് തിരഞ്ഞെടുത്തിട്ടാണ് നിങ്ങൾ ഈ ഓപ്പറേഷൻ ചെയ്യണം, ടെസ്റ്റ് നടത്തണം എന്നൊക്കെ പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്കറിയാമോ? വിവരമില്ലായ്മയാണ്. അതിൻ്റെ പേര് വിവരമില്ലായ്മ. ഇല്ല എന്നൊരു ഉത്തരം പറയാൻ ഞാനെന്തിനാ ഇവിടെ? അതിൻ്റെ ആവശ്യമില്ല. അതായത് ഭൂരിഭാഗത്തിനും ഇല്ല എന്നല്ല, ഒരു രണ്ടെണ്ണത്തിനെങ്കിലും ഉണ്ട് എന്ന് പറയാൻ എന്താ സാധിക്കാത്തത്? രണ്ടെണ്ണത്തിനെങ്കിലും. കാരണം കോടിക്കണക്കിന് എണ്ണത്തിന് നമ്മൾ ചോദിക്കുമ്പോൾ ഇല്ല എന്ന ഉത്തരം, അത് രണ്ടെണ്ണത്തിനെങ്കിലും ഉണ്ട് എന്നൊരു ഉത്തരം പറയാൻ എങ്ങനെ സാധിക്കും? അവിടെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതിൽ 75% നമ്മളുടെ പല ചോദ്യത്തിനും ഉത്തരമുണ്ടാക്കണം. അതിന് എനിക്കേ സാധിക്കൂ. നിങ്ങൾ എന്ത് തലകുത്തി പറഞ്ഞിട്ടും കാര്യമില്ല, നിങ്ങളുടെ ഒരു വിദ്യാഭ്യാസവും കാര്യമില്ല, നിങ്ങളുടെ ഒരു ക്വാളിഫിക്കേഷനും കാര്യമില്ല, നിങ്ങളുടെ ഒരു അറിവും കഴിവും കൊണ്ട് ഒരു കാര്യവുമില്ല. ഞാൻ പറഞ്ഞല്ലോ, പുഴയിൽ പാലം കെട്ടുമ്പോൾ റെയിൽവേ ട്രാക്കിൻ്റെ 65 അടി മുകളിൽ കൂടെ 6 ട്രാക്ക് റോഡ് പണിയണം. അത് നിങ്ങളുടെ സംവിധാനത്തിൽ നിന്നും വരില്ല. 6 ട്രാക്ക് റോഡ് എന്ന് പറഞ്ഞാൽ 65 മീറ്ററാണ് ഒരു റോഡ്. 6 ട്രാക്ക് 65 മീറ്ററാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. മനസ്സിലായില്ലേ? അതെന്തിനാണ് ഇത്രയും സംവിധാനം എന്ന് വെച്ചാൽ, ഇതിൻ്റെ ഇടയിൽ 3 ഫുൾപാത്ത് വരും. അതിൽ നടുവിലെ ഫുൾപാത്ത് കുറച്ച് വീതിയിലാണ്. കാരണം ഇതിൻ്റെ മുകളിൽ നമുക്ക് ബാത്റൂം സൗകര്യമാണ്. നടുക്ക് മാത്രമല്ല, നടുക്ക് കൊടുത്താൽ 2 പുറത്തേക്കും ആയി എന്നാണ് എൻ്റെ തീരുമാനം. 2 പുറത്തു കൂടി ആളുകൾക്ക് നടന്നു പോവുകയും ചെയ്യാം. മനസ്സിലായി? പോകുമ്പോൾ തന്നെ നല്ല നോക്കണം. വണ്ടി വരുന്നത് നിങ്ങൾ കാണില്ല, കണ്ടാൽ നടുവിൽ കൂടെ പണിയാവും. 6 ട്രാക്കിൻ്റെ 2 റോഡ് വേണം. 1 പോരാ, 2 എണ്ണം വേണം. മനസ്സിലായില്ലേ? അതിന് 2 സൈഡ് കൂടെ കറണ്ടും വെള്ളവും, അതിന് വെള്ളം പോകുന്ന ചാലും, ആ ചാലിന് മൂടി. ഇതെന്തിനാ? ആ മൂടിക്കൊക്കെ തുളയും. എന്തിനാണ് ഇങ്ങനെ വെക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എന്തിനാണ്? മനുഷ്യന് പ്രകൃതിയിൽ പടച്ച റബ്ബ് 9 തുള എന്നുണ്ട്. അതൊന്ന് തിന്നുന്ന തുള. നിങ്ങൾ കണ്ടോ തിന്നുന്ന തുള? പിന്നെ 2 എണ്ണം എന്താണ്? മൂക്കിൻ്റെ തുള കണ്ടോ? അപ്പോൾ എത്രയായി? 3. 2 കണ്ണിൻ്റെ തുള 5. മനസ്സിലായില്ലേ? മൂലത്തിൻ്റെയും മൂത്രത്തിൻ്റെയും തുല 5 2 7. 2 കഷത്തിൻ്റെ തുള 9 തുള. മനസ്സിലായില്ലേ? ഈ 9 തുളക്ക് ഇതിനൊക്കെ വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്. ഇനി ഒരു തുള ഉണ്ട്, അത് പൂക്കളുടെ തുള. ഈ തുള എന്ന് പറഞ്ഞാൽ, പൂക്കളുടെ തുളനെക്കുറിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ 10,000 നൂറ്റാണ്ട് പഠിക്കേണ്ടി വരും. 10,000 നൂറ്റാണ്ട് നിങ്ങളുടെ പൂക്കളിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കേണ്ടി വരും. അത്രയും സമ്പ്രദായത്തിലാണ് അതുള്ളത്. അപ്പോൾ ഇല്ല എന്ന് പറയുന്നതിന് പകരം ഏതെങ്കിലും 1 2 ദിവസം നിങ്ങൾ IAS എന്ത് പൂറ്റില IAS തരാം? എന്ത് ഡോക്ടറേറ്റാ? മരുന്ന് കണ്ടുപിടിക്കേണ്ട സാധനത്തിന് കീറി മുറിച്ചതുകൊണ്ടും മറ്റവനെ മുറിച്ച് പറഞ്ഞിട്ട് കൊന്നുകൊണ്ടും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് വല്ലാത്തൊരു വേദന ഉള്ളൊരു സംഭവം. ഒരു വീട്ടമ്മ, അതിന് 4 കുട്ടികളാണ്. ക്യാൻസറാണെന്ന് പറഞ്ഞ് നമ്മളെ ഈ ചങ്കും കുടലും ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കരളും അതിനെ കൂര്, പിന്നെ അതിൻ്റെ ഭാഗത്താണ് ആമാശയം, അതിൻ്റെ വേറെ സൈഡിലാണ് മൂത്രസഞ്ചി. ഇതൊക്കെ ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്നത് കട്ട് ചെയ്തിട്ടൊക്കെ കളഞ്ഞു. കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കത്തിയിട്ട് ആ ഡോക്ടർമാരെ കീറി മുറിച്ച് കളയും. എന്താ ചെയ്യുന്നത്? എന്താ അവർ പറയുന്നത് പേരെന്നറിയാമോ? ഈ കീറി മുറിച്ച് കളയുന്നതിന് ഓപ്പറേഷൻ ചെയ്യാന്ന്. വാട്ട് ഓപ്പറേഷൻ? ഒരു സാധനത്തിൻ്റെ ഒരു ഭാഗം കഴിച്ചാൽ, ഇപ്പം ഞാൻ ഈ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൻ്റെ അടി കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇതെനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഈ ഫോണിൻ്റെ ഇതൊന്നും കണ്ട ഏതൊരു സാധനം, അല്ലെങ്കിൽ മോള് കട്ട് ചെയ്താൽ എനിക്ക് പറ്റുമോ? ഇപ്പം എൻ്റെ നോക്കട്ടെ, തലേന്ന് കട്ട് ചെയ്യുക, എനിക്കിവിടെ ഇരിക്കാൻ പറ്റുമോ? നിങ്ങൾ ചിന്തിച്ച് നോക്കും. അപ്പം ഇത്ര പോലും പിന്നെ നോ ആൻസർ ഉത്തരം കൊണ്ട് കുത്തിരിക്കുകയാണ് ഇവർ. എന്താ മനുഷ്യരെ നിങ്ങൾ ചിന്തിക്കാത്തത്? ഇവിടുത്തെ പണ്ഡിതന്മാരടക്കം ഇസ്ലാമിക പണ്ഡിതന്മാരോട് ഞാനത് ചോദിക്കട്ടെ, ഖുർആനിൽ കൂട്ടാനും കുറക്കാനൊന്നുമില്ല, അതൊക്കെ റെഡിയാണ്. പക്ഷെ നമ്മുടെ ആവശ്യങ്ങളത്തിന് ഇല്ല എന്നൊരു ഉത്തരം കൊണ്ടുവരാൻ എന്തിനാണ് ഖുർആൻ കൈ പിടിച്ച് കിടക്കുന്നത്? ഇല്ല, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് അതിന് ഉത്തരം ഉണ്ടാക്കണമല്ലോ. ഉത്തരം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ അതൊക്കെ ഇട്ടേച്ച് പോവുക. ഈ മദ്രസകൾ കൊണ്ട് പിന്നെ മറ്റുള്ളവന് ജീവന് ഭീഷണിയും വീടിന് ഭീഷണിയൊന്നും ഉണ്ടാക്കുകയല്ല ചെയ്യേണ്ടത്. ജുമായത്ത് പള്ളികളൊക്കെ അൽ ഇഹ്വത്തുൽ മുഹ്മിനീൻ എന്നാണ്. മനസ്സിലായില്ലേ? അതായത് മനുഷ്യരുടെ
പിന്നെ തമ്മിൽ തെറ്റാനുണ്ടായ പല കാരണങ്ങളും, തെറ്റാൻ സാധ്യതയുള്ള പല കാരണങ്ങളും അത് വിശാലത കൊണ്ട് പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനാണ് ഇങ്ങനെ സാധനം. ഈ വിശാലത കൊണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞെന്താണെന്ന് മനസ്സിലായോ? ഒരു നാട്ടിലൊരു പ്രശ്നം അല്ലെങ്കിൽ ഒരു വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പം തന്നെ ഞാൻ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിലുണ്ട്. കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും രണ്ട് സെറ്റായിട്ട് വരണം. രണ്ട് കൂട്ടർക്കും ഒരു ബോധവൽക്കരണം വേണം. ഈ ബോധവൽക്കരണം പഠിപ്പിക്കേണ്ടത് അത്രയും ശീതളമുള്ള ഒരാളായിരിക്കണം. അല്ലാണ്ട് നിങ്ങൾ ആരോടും പറയരുത്. അത് പൊതു സമൂഹത്തിലൊന്നും അത് വെക്കാനും കൊള്ളില്ല. കാരണം ചെറിയ കുട്ടികൾക്കൊന്നും ഇത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ പ്രായപൂർത്തിയായിട്ട് കല്യാണം കഴിക്കാൻ പോകുന്നവർക്ക് വേണം. എന്താണ് അങ്ങനെയെന്ന് പറയാൻ കാരണം, നമ്മളുടെ ഭാര്യമാർ നമ്മളുടെ വിലപ്പെട്ട ഒരു സാധനം. അതിന് ഒരു തർക്കവും നിങ്ങൾക്കില്ല. ഭാര്യ തന്നെയാണ് സമ്പത്ത്. മനസ്സിലായില്ലേ? അതിലുണ്ടാകുന്ന മക്കളോ ധനം മിച്ചമാണ്, ബാങ്കാണ്, ധനസമ്പത്താണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം മക്കൾ. അതിനെ നിങ്ങൾ ആക്കി വയ്ക്കുന്നത് ഈ മക്കൾക്ക് കള്ളും കഞ്ചാവും കൊടുക്കുക, അവരുടെ മുന്നിൽ അസഭ്യം പറയുക, അവരെ നോക്കി നിർത്തി അവരുടെ അമ്മനെ തകരാറ് പറയുക, അച്ഛനെ തകരാറ് പറയുക. ഇത് അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ധനബാങ്ക് JCB വെച്ച് പൊളിക്കുന്നതാണ്. നിങ്ങൾ ചിന്തിച്ചിട്ട് എപ്പോഴേലും നോക്കിയിട്ടുണ്ടോ? അപ്പോൾ ഇല്ല എന്ന ഉത്തരമല്ല വേണ്ടത്. എത്ര കണ്ട് നിങ്ങൾക്ക് അങ്ങനെ ചീത്ത പറയാൻ വരിക വിചാരിച്ചാൽ ഒറ്റക്കാട് പോയിട്ട് പിന്നെ ചീത്ത പറയുക, റൂമിൽ വാലടച്ചിട്ട് അവരുടെ മുന്നിൽ കേൾക്കരുത്. മക്കളെ വേറെ എവിടേക്കെങ്കിലും പറഞ്ഞേക്കാം, പുറത്തേക്കല്ല, എവിടേക്കല്ല കളിക്കാൻ എവിടേക്കെങ്കിലും പറഞ്ഞയച്ചിട്ട് മാന്യമായിട്ട് നിങ്ങളത് പറഞ്ഞു തീർക്കുക. മനസ്സിലായില്ലേ? പറഞ്ഞു തീർക്കുക. പറഞ്ഞു തീർക്കുന്നതിന് പകരം മടാൾ കൊണ്ട് കത്തിക്കൊണ്ടോ പിന്നെ പെട്രോൾ കൊണ്ടൊന്നും അല്ല തീർക്കേണ്ടത്. അതല്ല തീർക്കേണ്ടത്. നിങ്ങൾ കുറച്ച് ക്ഷമിക്കുക, എന്നിട്ട് ചിലത് പറയുക. രണ്ടാൾ കച്ചറ കൂടുമ്പോൾ ഒരാൾ ക്ഷമിച്ച് എന്നിട്ട് പിന്നെ ഒരു സമയത്ത് അത് ഇന്ന പോലെ അതിൻ്റെ കാതലായ ഒരു സംഭവം ഉണ്ടാവും. അതിങ്ങനെയായിരുന്നു ആ സംഭവം. നമുക്ക് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് എന്താ കഴിവില്ലാത്തത്? നിങ്ങൾ 35,000 കോളേജിൽ സ്കൂളിൽ പഠിച്ചിട്ട് നിങ്ങൾക്ക് ഭാര്യ വേണ്ടാന്ന് പറയാൻ, ഭർത്താവ് വേണ്ടാന്ന് പറയാൻ എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങളുടെ അച്ഛനും അമ്മയുടെയും നിങ്ങളുടെ അച്ഛൻ അമ്മയെ ഇരുട്ടിൻ്റെ മറവിൽ വികൃതി അടിച്ചത് കൊണ്ടാണ് ഇന്ന് നിങ്ങൾ IAS പഠിച്ചിട്ട് ഇത്രയും മോശം. എന്നാലും എന്നോടൊരു പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ കൂടെ പറയണ്ടായി. ഞാൻ അവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അത് അവർക്ക് കടന്നതാണ്. ഈ വിവരമില്ലാത്ത പെൺകുട്ടികൾക്ക് എന്തിനാണ് ഈ ഗവൺമെൻറ് സർവീസിൽ ജോലി കൊടുക്കുന്നത് എന്നാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്നിട്ട് അവളെ വെച്ച് അലക്കാണ്. അവൾക്ക് തമിഴ്നാട്ടിലാണ് പണി. അവൾക്ക് ഡെയിലി ഇങ്ങോട്ട് വരണം. അവൾക്ക് ആ പണിയിൽ ഉൾക്കൊള്ളാൻ അവൾക്ക് കഴിയില്ല. ഇതൊക്കെ വളരെ തെറ്റാണ്. അതായത് ബോധവൽക്കരണം ഇല്ലാത്തതിൻ്റെ ഒരൊറ്റ കുഴപ്പമാണ്. അപ്പോൾ ഇല്ല എന്നൊരു ആൻസർ, അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്തതുകൊണ്ട് വിജയിച്ചു എന്നൊരു ആൻസർ നിങ്ങൾ കൊണ്ടുവരും. പ്രമേഹത്തിന് മരുന്ന് കഴിച്ചിട്ട് ആർക്കാ ഗുണം കിട്ടിയതെന്ന് നിങ്ങളൊന്ന് കൊണ്ടുവരും. ഈ മരുന്ന് കഴിച്ചാൽ പിന്നെ മരുന്ന് കഴിക്കാണ്ട് 50 കൊല്ലം ഒരു മരുന്നും കഴിക്കാണ്ട് കണ്ടീഷനായിരുന്നു അല്ല ലിസ്റ്റ് വേണം. ഇല്ല എന്ന ഉത്തരം എനിക്ക് വേണ്ട. ഉണ്ടെന്ന് പറഞ്ഞൊരു ഉത്തരം കൊണ്ട് നിങ്ങൾ കൊണ്ടുവരും. ഞാനതിനെ വെല്ലുവിളിക്കുക മാത്രമല്ല അത് സ്വാഗതം ചെയ്യുക. വെല്ലുവിളിക്കുന്നത് മാത്രമല്ല സ്വാഗതം ചെയ്യുക. എന്താ ഇത് രണ്ടും കാരണം? നിങ്ങൾക്കതിന് കഴിയില്ല. പിന്നെ സ്വാഗതം ചെയ്യണത് എന്താണെന്ന് അറിയില്ലേ? അതായത് നാട്ടിൽ സർവശക്തനായ റബ്ബ് നമുക്ക് ഇപ്പം രാത്രി 2 മണിക്ക് തന്ന വായു ശ്വസിച്ചിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. രാത്രി 2 മണിക്ക് നമുക്ക് ഒക്കെ വായു ഒന്ന് കൃത്യം 2 മണിക്കല്ല, സർവശക്തനായ റബ്ബ് ഒരു തീരുമാനം ഉണ്ടാക്കുക. അത് ചിലപ്പോൾ 2 മണിയാവും, 1:30 മണിയാവും, 3 മണിയാവും. അത് തീരുമാനം ഒന്നാണ്. അതുപോലെ തന്നെ ഊർജം, മനസ്സിലായില്ലേ? അവിടെ പോയില്ല. ഇനി മഴ, വെയിൽ, കാറ്റ്, വെളിച്ചം, ഇത് പടച്ച റബ്ബ് തന്നെ. അവിടെ മാത്രം തീർന്നിട്ടില്ല. നമ്മളെ ഓരോ മരത്തിൻ്റെ കായ, മനുഷ്യൻ്റെ ഗർഭപാത്രത്തിലുള്ള ആ കുട്ടിയെ ചേർക്കൽ, അവിടുന്ന് ഇങ്ങോട്ട് മുന്നിലേക്കും പിന്നിലേക്കും. ഞാൻ ഇപ്പോൾ പറഞ്ഞതൊക്കെ അനാവശ്യമാണ്. ഇപ്പോൾ ഫുള്ള് പറഞ്ഞത് അനാവശ്യമാണ്. ഞാൻ ഡോക്ടർ എന്ന നിലക്ക് എനിക്ക് പല കാര്യങ്ങളും ചിന്തിക്കേണ്ടതുണ്ട്. എന്നിട്ട് ഇങ്ങനെ നിങ്ങളെ ഡോക്ടർമാർ നിങ്ങൾക്ക് എന്ത് പറഞ്ഞു തന്നു? ഇല്ല എന്ന ആൻസർ എനിക്ക് വേണ്ട. നിങ്ങളുടെ ഏതെങ്കിലും ഡോക്ടർമാർ നിങ്ങൾക്ക് സ്ഥിരം ജീവിക്കേണ്ട ഒരു സംവിധാനത്തിലേക്ക് ഇതുവരെ പറഞ്ഞു തന്നിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ചോ? നിങ്ങളോട് വ്യായാമം നടന്നാൽ നിങ്ങൾക്ക് അങ്ങനെ ലാഭം കിട്ടും. ആർക്കെങ്കിലും നടന്നിട്ട് ലാഭം കിട്ടിയാലുണ്ടോ? നടന്നാൽ നിങ്ങൾക്ക് അറിയാലേ, നമ്മളെ ശരീരത്തിലുള്ള ബ്ലഡ് ഓവർ സ്പീഡായിട്ട് ഓടും. ഓടിയാൽ ഈ സാധനം അതിലുള്ള വെള്ളം വറ്റിപ്പോവും. എന്നാൽ പകരം ഒരു തുള്ളി പിന്നെ കിണറിലെ വെള്ളം കുടിക്കാൻ നിങ്ങൾ തയ്യാറില്ല. പഴകിയ കിണറിലെ വെള്ളം കുടിക്കാൻ നിങ്ങൾ തയ്യാറില്ല.
അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ എന്താവും, അവിടെ കുഴഞ്ഞു വീണ് മരിക്കും. അതിനുള്ള അവസരമല്ലേ അവരുണ്ടാക്കിയിട്ടുള്ളത്. ഈ കുഴഞ്ഞു വീണു പെട്ടെന്ന് പറക്കാമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേഗം വരെ എടുത്തിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകും. എന്നിട്ട് എന്ത് കാര്യം കിട്ടി? അതുപോലെ മിൽമപ്പാലിലെ ചായ കുടിക്കുമ്പോൾ സൂക്ഷിക്കുക. ഓരോ തവണ മിൽമപ്പാലിലെ ചായ കുടിച്ചാലും കിണറിലെ പച്ചവെള്ളം 4-5 തവണ ഒരു മുറുക്ക്, അതായത് ലേസം എടുത്തിട്ട് വായിൽ കഴിക്കുക. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടി കഴിക്കുക, കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി കഴിക്കുക. അപ്പോഴേ സർക്കുലേഷനാകുള്ളൂ. മനസ്സിലായില്ലേ? അങ്ങനെ വരുമ്പോൾ ഒരു സെക്കൻഡിൽ കൊണ്ട് നമുക്ക് കക്കൂസ് പോയിട്ട് റിട്ടേൺ വരാൻ സാധിക്കും. ഒരു സെക്കൻഡ് നേരം കൊണ്ട് കക്കൂസിൽ അങ്ങോട്ട് പോയിട്ട് എന്താ അവിടെ കൊണ്ടുപോയിട്ട് വലിച്ചെറിഞ്ഞിട്ട് പോരാൻ സാധിക്കും. അപ്പോൾ ഇല്ല എന്നൊരു ആൻസർ എനിക്കൊരിക്കലും വേണ്ട, ഒരു കാര്യത്തിനും വേണ്ട. 1-2 പിന്നെ ഉണ്ടെന്നുള്ള കാര്യങ്ങളും എനിക്ക് വേണം. അതിന് നിങ്ങൾ നല്ല ആരോഗ്യത്തോടെ കൂടെ ഇരുന്ന് നിങ്ങൾ ചിന്തിക്കുന്നവരായി. പിന്നെ എനിക്ക് മാത്രമല്ല, നിങ്ങളൊരു ജോലി ചെയ്താൽ അതിൽ ഞാൻ കരുതുന്നത് 10,000-കണക്കിന് കോടി ജനങ്ങൾക്ക് ഉപകരിക്കുമെന്നാണ് എൻ്റെ ഒരു ധാരണ. അതാണ് ഞാൻ വെറുതെ ധരിച്ചു വെച്ചാണ്. നിങ്ങളൊരാൾ നല്ല രീതിയിൽ ജോലി ചെയ്യണം. ഇപ്പം ഞാൻ കൊറോണ വൈറസിൻ്റെ കാലത്ത് നിങ്ങൾക്കറിയാമല്ലോ, കൊറോണ വൈറസിൻ്റെ കാലത്ത് അന്ന് നിങ്ങളെ സഹായിക്കാൻ നിന്നു. നിങ്ങളൊക്കെ എത്ര പേർക്ക് അറിയാതെ? എന്തേ അത് അറിയാണ്ട പോയത്? ഇല്ല എന്ന ആൻസർ എനിക്ക് വേണ്ട. അതായത് നമ്മുടെ നാട്ടിലെ ഉദ്യോഗസ്ഥന്മാർ ഇല്ല എന്ന് കളിച്ചപ്പോൾ, നമ്മുടെ 3 രാഷ്ട്രീയ പാർട്ടികൾ ഇല്ല എന്ന് കളിച്ചപ്പോൾ സത്യം നിങ്ങൾക്ക് അറിയാണ്ട് വന്നു. എന്താണ് സത്യം? ഞാനിവിടെ നടത്തിയതൊക്കെ സത്യവും നീതിയും മര്യാദയാണ്. അറിയാമോ നിങ്ങൾക്ക്? അതിനെതിരെയാണ് ഈ കളിക്കുന്നതൊക്കെ. ഇതൊക്കെ വളരെ മോശമാണ്. ആർക്ക് തിരുത്തണം, എന്ത് തിരുത്തണമെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. കംപ്ലീറ്റ് നശിക്കും എന്നതിന് യാതൊരു തർക്കവുമില്ല. കംപ്ലീറ്റ് നശിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം. നിങ്ങളുടെ കുട്ടികൾക്ക്, നിങ്ങളുടെ അച്ഛനമ്മക്ക് നിങ്ങൾക്ക് ഓപ്പറേഷൻ ഇല്ലാണ്ട് ഒരു മരുന്നിൽ 10 ദിവസം മരുന്നിൽ അവരെ കൊടുന്ന് നല്ല ആരോഗ്യത്തോടു കൂടെ പിടിച്ചിരുത്തി അവരവരുടെ ജോലി ചെയ്യണം. അവർ മരിക്കുന്നത് വരെ അവരുടെ ഓരോ തരം ജോലികൾ ചെയ്യണം. അത് ചെറുതായിരിക്കാം, അല്ലെങ്കിൽ വലുതായിരിക്കാം, അല്ലെങ്കിൽ വളരെ സിമ്പിളുള്ളതായിരിക്കാം എന്നല്ല ചോദ്യം. ജോലി ചെയ്തിരിക്കണം. അത് അജണ്ട തന്നെയാണ്. അസ്സലാമു അലൈക്കും. എനിക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം, പൊരുത്തപ്പെടണം. അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് വശപ്പശക്കായിട്ട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അത് കുറ്റവാളികൾക്കെതിരെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, നാട്ടുകാർക്കെതിരെ ഇല്ല. അങ്ങനെ പറയാൻ എനിക്കല്ല ഒരാൾക്കും സാധിക്കില്ല. ഇതെൻ്റെ ഒരു അഭ്യർത്ഥന. അസ്സലാമു അലൈക്കും. എൻ്റെ പ്രധാനമന്ത്രിക്കും സുരേഷ് ഗോപി സാറിനും, ഇനി ഞാൻ മുഖ്യമന്ത്രിയായി വന്നാൽ ഇതിനൊക്കെ ക്ലിയർ ആൻസർ ഉണ്ടാവും. അത് ആൻസർ തന്നെ ആയിരിക്കും എന്ന് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അതുമാത്രമല്ല, പിന്നെ ഒട്ടനവധി കാര്യങ്ങൾ, അതായത് ഒരു മുഖ്യമന്ത്രി എന്തൊക്കെ ആവണം, നിങ്ങളെ ക്വാളിഫിക്കേഷൻ ഉള്ളവനക്ക് കംപ്ലീറ്റ് താറടിച്ച് കാണിക്കും. അത് വെറുതെ കാണിക്കുന്നതല്ല, നിങ്ങൾക്ക് തന്നെ കാണിക്കാനുണ്ടാവും. ഞാൻ ചെയ്യില്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് ചെയ്യാൻ സാധിക്കില്ല. പകരം നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അസ്സലാമു അലൈക്കും.